ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. കുറച്ച് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ഇടുന്നത്. പിന്നെ അതുമല്ല നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പെന്നും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇലക്ട്രിക് പെന്നാണ് കേട്ടോ. ഇത് എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഇറച്ചിയൊക്കെ തൂങ്ങി നിൽക്കുന്ന പോലെയുള്ള ആ ഒരു വാർഡ്സ് ഉണ്ടല്ലോ, പാലുണ്ണി മാതിരിക്കുള്ള അതൊക്കെ കരിച്ച് കളയാൻ പറ്റുന്ന ആ ഒരു ഇലക്ട്രിക് പെന്നാണ് കേട്ടോ ഇത്. ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അന്ന് ഇത് വാങ്ങിക്കുമ്പോൾ 800 സംതിങ് എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും അത് ആ ഒരു റേറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് പെൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രിക് പെന്നിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു നീഡിൽസും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പം മെയിനായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന ഈ ഒരു നീഡിലാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇലക്ട്രിക് പെന്ന് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആവും. ഇപ്പോൾ ഇതിൽ ചാർജ് കാണിക്കുന്നത് 3 കട്ട ചാർജ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് സ്പീഡാണ് കേട്ടോ. 1 എന്ന് പറയുന്നത് സ്പീഡാണ്. അതിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പവർ സ്വിച്ചിൽ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് കാണിക്കും. വീണ്ടും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 എന്ന് കാണിക്കാം. അങ്ങനെ നമുക്ക് എത്രത്തോളം ആ ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടി കൊടുത്താൽ മതി. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് നീഡിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് നീഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണിക്കുന്ന ഈ ഒരു നീഡിൽ വെച്ചിട്ടും അതുപോലെ ഇതിൽ ഈ ഒരു നീഡിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഞാനിത് ഈ ഒരു പാക്കറ്റ് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അതായത് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞാൻ കൂടുതലും ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പുറത്തെടുത്ത് കാണിച്ചിട്ട് തരാം. അപ്പോൾ ആ ഒരു നീഡിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ കണക്റ്റ് ആയിക്കോളും. എന്നിട്ട് ഈ ഒരു ബട്ടൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്തുകൊണ്ട്, ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏത് ഭാഗത്താണോ നമുക്ക് ആ ഒരു വാർഡ്സ് ഉള്ളത് ആ ഒരു ഭാഗം നമ്മളിങ്ങനെ കരിച്ചു കൊടുത്താൽ മതി. അത് ജസ്റ്റ് നമ്മളെ ഇറുക്കി പിടിക്കുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ അഗ്രഭാഗത്ത്, അതായത് അതിൻ്റെ താഴ്ഭാഗത്ത് വേര് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് അറുത്തെടുത്താൽ മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ സ്കിന്നിനോട് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഭാഗത്ത് പരന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. വേറെയുള്ള പുറത്തുള്ള സ്കിന്നിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കുറച്ച് പെയിനായിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ജസ്റ്റ് ഒരു ഉറുമ്പ് അടിക്കുന്ന ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ വാട്സൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നമ്മൾ അത് കരിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ വരികയെന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു തുടക്കത്തിൽ തന്നെ കരിച്ചു കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.